ഹലോ മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 5.5 മീറ്റർ ബ്ലൗസ് പീസ് അടക്കം 5.5 മീറ്റർ ഉള്ളൊരു സാരിയാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇത് ആരോ ഗിഫ്റ്റ് കൊടുത്തത് അങ്ങാണ്ടാണ് ഈ സാരി അമ്മയ്ക്ക്. പക്ഷെ അമ്മ ഈ സാരിയുടെ ബ്ലൗസ് പീസ് മുറിക്കാണ്ട് തന്നെ ഇത് 5.5 മീറ്റർ ഉള്ളൂ. ഞാനും അമ്മയൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് 5.5 മീറ്റർ സാരി ഒരിക്കലും എത്തില്ല. ഉടുത്ത് കഴിയുമ്പം പ്ലീറ്റ്സ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ബ്ലൗസും കൂടെ മുറിച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ പറയാനില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ബ്ലൗസ് പീസ് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൗസ് ഈ സാരിക്ക് മാച്ച് ആവുന്ന വേറൊരു ബ്ലൗസാണ്. അതാണ് ഞാൻ ഇന്ന് ഇവിടെ സ്റ്റൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി സാരി ഡ്രേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ സാരി അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. അഴിച്ചിട്ട് അയൺ ചെയ്ത് പ്രസ് ചെയ്യാനൊന്നുള്ള ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ആ തീരുമാനം മാറ്റി ബ്രോഡർ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രൈ ചെയ്തു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ചില സമയത്ത് നമുക്ക് ക്ഷമയില്ലെങ്കിൽ ആ കാര്യം ഉപേക്ഷിച്ച് വേറൊരു ഐഡിയയിലേക്ക് പോകുന്നതാണ് നല്ലത്. നമ്മുടെ ആഗ്രഹിച്ച കാര്യത്തിൽ തന്നെ ഒബ്സസ്ഡായി നിൽക്കാതെ അടുത്ത് എന്താണോ പെട്ടെന്നുള്ള സൊല്യൂഷൻ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല മനസ്സമാധാനം, മെൻ്റൽ ഹെൽത്തിന് അതൊരു ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ബാക്ക് ടു ദ പോയിൻറ്റ്. അപ്പം നമ്മൾ സാരിയുടെ പ്ലീറ്റ്സ് ബ്രോഡറായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. നോർമലി എടുക്കുന്ന പോലെ തന്നെ ഒട്ടും ഉപയോഗിക്കാൻ ഒരു സൗകര്യമില്ലാത്തൊരു സാരിയായിട്ടാണ് ഇത് എനിക്ക് തോന്നിയത്. കളർ നല്ലതാണ്, പക്ഷേ സാരി ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ സാരി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ ഒബ്സസ് ചെയ്യാതെ വലിയ ബ്രോഡർ പ്ലീറ്റ്സ് എടുത്ത് എൻ്റെ സാരി ഉടുക്കൽ ജോലി വളരെ പെട്ടെന്ന് തീർക്കാനാണ് നോക്കുന്നത്. ഇവിടെ ഞാൻ ബ്രോഡർ പ്ലീറ്റ് എടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെത് ചെറിയ ഷോൾഡറാണ്, ഒട്ടും വീതിയില്ലാത്ത ഷോൾഡറാണ് എൻ്റെ. അപ്പോൾ എനിക്ക് ബ്രോഡർ പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഞാൻ ഒത്തിരി ബൾക്കി ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നില്ല. അപ്പോൾ ബ്രോഡർ ഷോൾഡറുള്ള ആൾക്കാർ എപ്പോഴും സ്മോളർ പ്ലീറ്റ്സ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. എന്നെപ്പോലെ കുഞ്ഞ് ഷോൾഡറുള്ള ആൾക്കാർ ഇച്ചിരി ബ്രോഡായിട്ട് എടുത്തു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സാരി എടുക്കുമ്പം ഈ സൈഡിൽ എപ്പോഴും ഒരു പിന്ന് കുത്തി വയ്ക്കും. എന്നാൽ മാത്രമേ എനിക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ വലത് കൈ കൊണ്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്ലീറ്റ്സ് എടുക്കുന്നത് മാത്രം എനിക്ക് ഒട്ടും എൻ്റെ വലത് കൈ യൂസ് ചെയ്യാനേ പറ്റില്ല. എനിക്ക് ആ സമയത്ത് ഇടത്തെ കൈക്കാണെങ്കിൽ പവർ കൂടുതൽ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഫാബ്രിക് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കാറുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നന്നായിട്ട് കുലുക്കി ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഫാബ്രിക് കുറേയൊക്കെ നമുക്ക് പ്ലീറ്റ്സിൻ്റെ കൂടെ തന്നെ കയറി പോകുന്നുള്ളൂ. അപ്പം നന്നായിട്ട് കുലുക്കിയപ്പോൾ തന്നെ എന്തോ ഭാഗ്യത്തിന് ഈ സാരി അവിടെ മാത്രം ഒതുങ്ങി. പിന്നെ ഞാൻ കൈ സൈഡിൽ കൂടെ ഇട്ടിട്ട് സൈഡിലത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് വലിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തിട്ട് അവിടെയും ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്തു. നോർമലി ഞാൻ സാരി ഉടുക്കുമ്പോൾ ഇത്രയും പിന്ന് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് പിന്നെ പറഞ്ഞാൽ കേൾക്കാത്തൊരു സാരി ആയതുകൊണ്ടാണ് ഇത്രയും പിൻസ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര പിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എവിടെയും ഇങ്ങനെ ബൾക്കി ആയിട്ട് നിന്ന് അതിൻ്റെ സാരിയുടെ ഭംഗി പോക്കാതെ നോക്കിയാൽ മതി. അപ്പം ഏകദേശം നമ്മുടെ സാരി ഡ്രേപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഫാബ്രിക് പുറകിലേക്ക് ഒന്ന് തിരികെ വെച്ചാൽ മതി. അത് ഭയങ്കരമായിട്ട് എന്നെ അത് ബോദർ ചെയ്യാറില്ല. ഞാനത് എങ്ങനെയെങ്കിലും ഒരു ഹാക്ക് ഇട്ടിട്ട് പിന്നെ അത് തിരികെ വെക്കാറുണ്ട്. അപ്പോൾ സാരി ഡ്രേപ്പിംഗ് നമ്മുടേത് കഴിഞ്ഞു. പിന്നെ സാരി എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒട്ടും ഭയങ്കര പെർഫെക്ഷൻ നോക്കിയിട്ട് സാരി എടുക്കുന്ന ഒരാളല്ല. സാരി അങ്ങനെ ഒലഞ്ഞങ്ങനെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് ഫുൾ ലുക്ക് കണ്ടാലും ഇതാണ് സാരി മൊത്തമായിട്ട് ഡ്രേപ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫുൾ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ഒരു സാരി ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.